ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വർഷങ്ങളായി, അതായത് നൂറ്റാണ്ടുകളോളമായി ഇസ്ലാമിക നിയമത്തിന്റെ പേരും അള്ളാഹുവിന്റെ കുലുങ്ങുന്ന സിംഹാസനത്തിന്റെ കഥയും പറഞ്ഞ് ഒരു താലിച്ചരടിൽ മഹർ എന്ന് പറഞ്ഞ് മുസ്ലിം പെൺകുട്ടികളെ ഇവര് അടിമകളാക്കി, ലൈംഗിക അടിമകളാക്കി, ഭോഗവസ്തുവാക്കി, വീട്ടിൽ ശമ്പളം കൊടുക്കണ്ടാത്ത ഒരു വേലക്കാരിയാക്കി, തട്ടാനും തടവാനും ഒക്കെയുള്ള ഉപകരണമാക്കി മാറ്റി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മുതിർന്ന ആളുകൾ, അതായത് നമ്മുടെ വാപ്പയോ സഹോദരനോ മൂത്താപ്പയോ മാമയോ സഹോദരങ്ങളോ, ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ നിർബന്ധിതരായ അനേകായിരം സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ഞാൻ താല്പര്യപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആയിരുന്നില്ല എന്റെ വിവാഹം ഒരു ഞായറാഴ്ച ദിവസം വൈകിട്ട് 3 മണിക്ക് ശേഷം സലഫി സെന്റർ, തിരുവനന്തപുരം ഊറ്റുകുഴി സലഫി സെന്ററിൽ വെച്ചിട്ടാണ്. എന്റെ വിവാഹത്തിന്റെ അന്ന് രാവിലെ പോലും എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്ന വിവാഹ സമ്മാനങ്ങൾ എടുത്ത് ഞാൻ എൻ്റെ മൂത്ത സിസ്റ്ററുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു ഉറക്ക നിലവിളിച്ചു. അടുത്തുള്ള വീട്ടുകാർ വരെ വന്നു, എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് ഞാൻ ആവുന്നത് പറഞ്ഞു. ഞാൻ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പഠനം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. പാതി വഴിക്ക് പഠനം ഉപേക്ഷിച്ചു വന്ന് പിന്നീട് തിരുവനന്തപുരം ഊറ്റുകുഴി സലഫി സെന്ററിൽ ചേർന്ന് പഠിച്ചു. വീണ്ടും എനിക്ക് ജാമ്യയിലേക്ക് തന്നെ പോകാനായിരുന്നു താല്പര്യം. സലഫി സെന്ററിൽ ജോലിയും കിട്ടി. അങ്ങനെ പിന്നീട് പഠനം അവിടെയാണ് തുടർന്നു പോയത്. അപ്പോൾ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് എത്ര പറഞ്ഞിട്ടും നിർബന്ധിപ്പിച്ച് ആരുടെയൊക്കെയോ താല്പര്യത്തിന് ഞാൻ ഇരയാകുമായിരുന്നു. ഒടുവില് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ വിവാഹത്തിന് എൻ്റെ വീട്ടുകാർ എന്നെ നിർബന്ധിച്ചത്. ആ വിവാഹം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച വൈകിട്ട് വിവാഹം കഴിയുന്നു. തിങ്കളാഴ്ചയെന്ന് രാവിലെ ഞാൻ ഊറ്റുകുഴി സലഫി സെന്ററിൽ എത്തിയിട്ട് ഞാൻ അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളോട് പറയുന്നു, എനിക്ക് വിവാഹമോചനം വേണം, എനിക്ക് ഈ വിവാഹവുമായി യോജിച്ചു പോകാൻ കഴിയില്ല. കാരണം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബം. മൂത്ത സഹോദരനാണെങ്കിലും നല്ല പ്രയാസമുണ്ട് മാനസികമായി, ഉമ്മയ്ക്ക് പ്രയാസമുണ്ട്, സിസ്റ്ററിന് പ്രയാസമുണ്ട്. അപ്പോ ഇനിയും ഒരു തലമുറയ്ക്കു കൂടി ഈ ഒരു മാനസിക വിഭ്രാന്തി കൊടുക്കണോ? ആവുന്ന പറഞ്ഞു എല്ലാവരോടും. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഉമ്മ വയസ്സായ ആളാണ്, അവർക്ക് ഈ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, വാപ്പിച്ച് ചെറുപ്പത്തിൽ മരിച്ചതാണ്. എല്ലാവരോടും പറഞ്ഞു, കാലു പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു. ഒടുവില് എൻ്റെ സഹോദരങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ടെങ്കിൽ ഒഴിവാക്കിയേരെ. കാരണം എൻ്റെ സഹോദരങ്ങളിൽ ആർക്കും ആ വീട്ടിലേക്ക് വന്നു കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി. വന്നാലുടനെ സുഖമില്ലാത്ത അമ്മായിയുണ്ട്, അവര് വെള്ളം കോരി ഒഴിക്കുക, ചീത്ത പറയുക, അവരെ കാണുമ്പോൾ വാതിലടയ്ക്കുക, അവര് വന്നാൽ പോലും അവരെ മനസമാധാനത്തോടെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഒരു രക്ഷയുമില്ല. വിവാഹമോചനത്തിനു വേണ്ടി പള്ളിയെ സമീപിച്ചപ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. എന്തു ചെയ്യും? ആകെ പഠിച്ചത് അറബി കോളേജിലെ പഠനമാണ്. പിന്നെ സ്കൂളിൽ അറബി കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനും കൂടി യൂണിവേഴ്സിറ്റിയിലൂടെ നേടിയിട്ടുണ്ട്. ഒരു ജോലി തരപ്പെടുത്തി സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞ 3-ാമത്തെ 4-ാമത്തെ ദിവസം മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. പിന്നീട് വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ച് ട്യൂഷൻ എടുത്തും ഖുർആൻ ക്ലാസ്സുകൾ എടുത്തും ഖുർആൻ പഠിപ്പിച്ചും മദ്രസകളിൽ പഠിപ്പിച്ചും അറബി കോളേജിൽ പഠിപ്പിച്ചും അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയി. അറബി കോളേജിൽ തന്നെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെയുള്ള ചാൻസുകൾ കിട്ടി. അങ്ങനെ ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടിയെടുത്തു. പിന്നീട് ഓട്ടോറിക്ഷയിലുള്ള പോക്കും വരവും ഒക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് ആദ്യം തന്നെ വീട്ടിലെല്ലാവരും എതിരായിരുന്നു. ഒരു പെണ്ണ് തിരുവനന്തപുരം സിറ്റിക്കകത്തൂടെ, അത് മുസ്ലിം പെണ്ണ്, പർദ്ദയും മക്കനെയും ഇട്ട് സ്കൂട്ടർ ഓടിച്ച് ഒരു എതിർപ്പിനെയും വകവച്ചില്ല. സ്കൂട്ടർ പഠിച്ചു. ഒരു വണ്ടി വേണം, പൈസയില്ല ഒരു സ്കൂട്ടർ എടുക്കാൻ. ശരി, ലോൺ എടുക്കാം. അങ്ങനെ പോയി ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടു. ആ വണ്ടി എടുക്കുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ബന്ധപ്പെട്ടു.
അങ്ങനെ ഒരു ഹീറോ ഹോണ്ട പ്ലഷർ എന്ന് പറയുന്ന ഒരു വണ്ടി എടുക്കുന്നു. ആ വണ്ടി ഇറക്കാൻ പോലും എൻ്റെ കൂടെ സഹായിക്കാനോ സഹകരിക്കാനോ ആരും വരുന്നില്ല. അങ്ങനെ വണ്ടി സ്വന്തമായിട്ട് തന്നെ ഇറക്കി കൊണ്ടുവന്നു. അടവുകളൊക്കെ കൃത്യമായിട്ട് അടച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ വണ്ടി എടുത്ത് ആദ്യം ആണുങ്ങളെ പോലെ വണ്ടിയെടുത്ത് സിറ്റിക്കകത്തൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച എൻ്റെ സിസ്റ്ററാണ് ആദ്യമായിട്ട് എൻ്റെ സ്കൂട്ടറിൽ എൻ്റെ പുറകെ കയറുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് മൊത്തം ആളെ കൊണ്ട് നടന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ ആള് ഇന്ന് സ്കൂട്ടറിനകത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം പോകുമെന്നറിയാമോ? പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എല്ലായിടത്തും സ്കൂട്ടറിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതാണ് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടിയിരിക്കും. അങ്ങനെ ആക്ഷേപിച്ചു. വേണ്ട, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. കാറ് പഠിച്ചു, ലൈസൻസ് എടുത്തു, ഒരു കാറും വാങ്ങി. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ജീവിതത്തെ ഒരു വാശിയോടെ സമീപിച്ചു. എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ മോക്ക് 10-11 വയസ്സായി. കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു പ്രായമായി. മോനുണ്ട്. മോനും തമ്മിൽ 5 വയസ്സിന്റെ ഡിഫറൻറ്റ് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഡിവോഴ്സിന് വേണ്ടി സമീപിക്കാത്ത സ്ഥലങ്ങളില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പോൾ എന്തുകൊണ്ടാണ് ഡിവോഴ്സിന് ശ്രമിക്കുന്നത്? അപ്പോൾ ഞാനതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ സഹായിക്കാം. എന്നെ അദ്ദേഹം സഹായിച്ചു. ഒടുവിൽ വിവാഹമോചനം നേടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഒരു രൂപത്തിലും അദ്ദേഹം ഒരു വിവാഹമോചനം തരാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ ഈ ഖുർആനും ഹദീസും ഒക്കെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സാഹചര്യം ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമെന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ ഒരു ത്വലാഖ് നടക്കുമ്പോൾ അത്രമാത്രം ദുർബലമായിട്ടുള്ള ഒരു കസേരയിലാണോ കക്ഷി ഇരിക്കുന്നത് എന്ന് തോന്നി. ശരീഅത്ത് നിയമങ്ങളുടെ സ്ത്രീ വിരുദ്ധതകൾ എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചു. അങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുന്നു. ഫേസ്ബുക്കിൽ എൻ്റെ സംശയങ്ങൾ, എൻ്റെ ആകുലതകൾ, ഈ മതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് എഴുതാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ഡോക്ടർ ജലീൽ പുറ്റേക്കാട് എന്നെ ബന്ധപ്പെടുന്നു. എൻ്റെ അതേ ആശയമാണ് അവരുടെ ആശയവും. അങ്ങനെ ഒരാൾ മുമ്പ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചെകനൂർ മൗലവി എന്നാണ്. അദ്ദേഹത്തെ ഇവർ കൊണ്ടുപോയി കൊന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു വാർഷികമുണ്ട്, ഒരു അനുസ്മരണ ചടങ്ങ്. ഭീകരതാ വിരുദ്ധ ദിനം എന്ന രൂപത്തിലാണ് ഞങ്ങൾ ആചരിച്ചു വരുന്നത്. ജൂലൈ 29-ാം തീയതിയാണ്. നിങ്ങൾക്ക് വന്ന നിങ്ങളുടെ ആശയങ്ങൾ സ്വതന്ത്രമായി സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും വരാം. കാരണം ഞാൻ മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ, ഈ ചരിത്ര സത്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയണമെന്ന് തന്നെ തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ സമയം വേണം. ശരി, എത്രയാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടുന്ന സമയം അത്ര സമയവും നിങ്ങൾക്ക് എടുക്കാം. ആരും നിങ്ങൾക്ക് തുണ്ട് പേപ്പർ തരില്ല പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിന്മേൽ ഞാൻ ആദ്യം ഈ സെപ്പറേറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച ഉടനെ തന്നെ എൻ്റെ ഒരു സിസ്റ്ററെ വിളിക്കുന്നു. ആ സിസ്റ്റർ എന്നെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നു, പത്തനാപുരം. അങ്ങനെ അവിടെ അടൂര് അവിടെ താമസിച്ചു കുറച്ച് ദിവസം. തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എടുത്തു. ആ ഫ്ലാറ്റിൽ വാടകയ്ക്ക് ഞാനും എൻ്റെ മക്കളും നിന്നു. ഉമ്മച്ചിയും എൻ്റെ കൂടെ തന്നെ വന്നു. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഡോക്ടർ ജലീൽ പുറ്റേക്കാട് കോഴിക്കോടേക്ക് എന്നെ വിളിക്കുന്നത്. അങ്ങനെ കണ്ണകുളം ജൂബിലി ഹാളിൽ, അതോ നാളത്തെയാണ് ഓർമ്മയില്ല. അങ്ങനെ അവിടെ പ്രോഗ്രാമിന് വരുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. ഞാനും മക്കളുമായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നോട് അബ്ദുൽ അലി മാഷ് കാപ്പാട് അദ്ദേഹം പറയുന്നു, ഇവിടെ നിന്നോ, ഇനി പോകണ്ട, ഈ സംഘടനയിൽ നമുക്കൊരു സ്ഥാനമൊക്കെ ആയിട്ട് നിൽക്കാം. അപ്പൊ എൻ്റെ ജീവിത സാഹചര്യം അതിനേക്കാൾ പരിതാപകരമാണ്. ഉള്ള ജോലി പോയി. കാരണം ഇസ്ലാമിനെതിരെ സംസാരിച്ചു പോയല്ലോ. ഹദീസുകളെ സംബന്ധിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചു പോയി. ഖുർആൻ വാക്യത്തെ സംബന്ധിച്ചും ഖുർആനികപരമായ ആശയങ്ങളെക്കുറിച്ചും വ്യാഖ്യാനങ്ങളെക്കുറിച്ചും സംശയം എഴുതിപ്പോയി ഫേസ്ബുക്കിൽ. അതോടുകൂടി ഖുർആൻ ക്ലാസ് പോയി, ജോലികൾ പോയി. ഒരു 5-6 മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്നൊക്കെ ടെർമിനേഷൻ കിട്ടി, പറ്റിയില്ല. പിന്നീട് വീടുകളിൽ പോയി പഠിപ്പിക്കാനും ഒന്നും പറ്റുന്ന സാഹചര്യമല്ലല്ലോ. കാരണം അവരൊക്കെ മനസ്സിലാക്കുന്ന ഇസ്ലാമിക ദർശനങ്ങൾക്ക് എതിരായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയല്ലോ.
അങ്ങനെ സിസ്റ്ററുടെ വീട്ടിൽ അവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കോഴിക്കോട് വന്നതിന് ശേഷം പിന്നെ വീണ്ടും തിരിച്ചങ്ങോട്ട് പോകണമല്ലോ. പോയാൽ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു പോകും. എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന് അറിയില്ല. ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ഞാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടി. അതും സിസ്റ്റർ വാങ്ങി. കയ്യിലൊരല്പം സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ സിസ്റ്റർ വാങ്ങി. ഒന്നുമില്ല. വട്ടപൂജ്യത്തിലായി. വെറും വണ്ടിക്കൂലി മാത്രം വെച്ചിട്ട് ഇവരെ ടിക്കറ്റ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഈ കോഴിക്കോട് കയറി വരുന്നത്. കോഴിക്കോട് വന്നു. അപ്പോൾ ഈ അലിമാഷ് പറഞ്ഞു, എനിക്കൊരു വീടുണ്ട്, 3 പെൺമക്കളാണ്, ഭാര്യ മരിച്ചുപോയി, 3 പെൺമക്കളെയും കെട്ടിച്ചയച്ചു, 3 പേരും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. 3ാമത്തെ മകൾക്ക് ടീച്ചറേക്കാൾ പ്രായമുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിന് മുമ്പും വേറൊരു ഫാമിലിയാണ് താമസിച്ചിരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് താമസിക്കാം. നിങ്ങളുടെ ഉമ്മയെയും കൊണ്ടുവരാം, നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവരാം. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ പിന്നീട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഈ സാഹചര്യവുമായി അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം. ചില മാസികകളിൽ എഴുതാൻ ചാൻസ് കിട്ടി. യുക്തിരേഖ പോലെയൊക്കെയുള്ള ചില മാഗസിനുകളിൽ, സമകാലിക മലയാളം, അതിനകത്തൊക്കെ എഴുതി ചെറിയ രൂപത്തിൽ, കേസരി, അതിനകത്തൊക്കെ എഴുതി ചെറിയ രൂപത്തിൽ ഒരു ഇൻകം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം വേണമല്ലോ. ജൂലൈയിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഒരു സ്കൂളിൽ ഇവിടെ അടുത്ത് പൂക്കാട് ഒരു പൂങ്കുളങ്ങര സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയത്ത് കുട്ടിയുടെ TC ഇല്ലാതെ കുട്ടികളെ ചേർക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നീട് ബാലേട്ടൻ മരിച്ചുപോയി, യുക്തിവാദിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ ചേർക്കില്ല? വിദ്യാഭ്യാസ വിവരാവകാശ നിയമപ്രകാരം 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് TC ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ കുട്ടിക്ക് TC? അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. 2 പേരെയും അവിടെ ആക്കി. പിന്നെ 1 വർഷമേ അവിടെ പഠിച്ചുള്ളപ്പോഴത്തേക്കിനും അവിടെ ഞാൻ കാരണം തന്നെ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എൻ്റെ ആശയവും എൻ്റെ ആദർശവും എൻ്റെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളും ആശയങ്ങളും ഒക്കെ എൻ്റെ കുട്ടികളുടെ ഭാവിയെയും അവരുടെ മാനസിക നിലയെയും സാരമായി ബാധിച്ചു. അങ്ങനെ ഞാൻ ഈ സാഹചര്യങ്ങളുമായി സമരസപ്പെട്ടു പോകുമ്പോൾ, യുദ്ധം ചെയ്തു പോകുമ്പോഴും എൻ്റെ കൂടപ്പിറപ്പുകൾ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരങ്ങളിൽ ആരും എന്നോടൊരു നല്ല വാക്ക്, ഒരു സമാധാന വാക്ക് പറയാൻ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ നാട്ടിൽ വന്നു. ഇവിടുത്തെ ജീവിതവും കൂടി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ, എന്നെ പെരുവഴി ആധാരമാക്കാൻ. കുറച്ച് കഴിഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് മാറ്റി പിന്നീട് തിരുവങ്ങൂർ സ്കൂളിലേക്കാക്കി. കുഴപ്പമില്ല, മോളൊക്കെ കുറച്ച് ബോൾഡായി. മോനും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യത്തക്ക രൂപത്തിൽ അവരെയും ആക്കിയെടുത്തു. അഡ്വക്കേറ്റ് അഹമ്മദ് കുട്ടി പുത്തലത്ത്, അദ്ദേഹത്തെ പോയി കണ്ടു. എനിക്കൊരു ഡിവോഴ്സ് വേണം, ഡിവോഴ്സിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കോടതി മുഖേന തന്നെ നീക്കി. അങ്ങനെ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, ശിരസ്താറൊക്കെ അറിയുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, തെളിവുകളൊക്കെ കൊടുത്തു. ശരി, അങ്ങനെ എനിക്ക് ഡിവോഴ്സ് കിട്ടി. അപ്പോൾ ഈ ഡിവോഴ്സ് കിട്ടിയ ദിവസം ഞാൻ അനുഭവിച്ച ഒരു സമാധാനമുണ്ടല്ലോ, വലിയ ഒരു ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ച ഒരു പ്രതീതി. കഴുത്തൊക്കെ വല്ലാതെ റിലാക്സായി, മനസ്സൊക്കെ വല്ലാതെ റിലാക്സായി. ആ സന്തോഷത്തിൽ ഞാനും മക്കളും തൂവപ്പാറ ബീച്ചിൽ പോയി. അവിടെ ഇരുന്ന് ഞാൻ മക്കളോട് വെള്ളത്തിൽ കളിക്കാൻ പറ്റും. ഞാൻ അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിച്ചു സന്തോഷം കൊണ്ട്. കാരണം ഈ ഭാരം ഞാനൊരു 10-12 വർഷമായിട്ട് പേറിക്കൊണ്ട് നടക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഇവിടെ വന്നു. കാപ്പാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ചെറിയ ചെറിയ വരുമാനങ്ങളെ പ്രോഗ്രാം കിട്ടി. യുക്തിവാദി സംഘത്തിൻ്റെ പ്രോഗ്രാം നിരന്തരം കിട്ടുമായിരുന്നു. ഒരു പ്രോഗ്രാമിന് അവർ 5000-6000 രൂപ തരുമായിരുന്നു. അങ്ങനെ ചിലപ്പോൾ 2 പ്രോഗ്രാമൊക്കെ ഒരുമിച്ച് കിട്ടും. അപ്പോൾ നല്ലൊരു പൈസ കിട്ടും. ശരി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ അത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴാണ് അലിമാഷിനെ ഉപ്പ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എൻ്റെ വാപ്പച്ചിൻ്റെ പ്രായമുണ്ട്. എൻ്റെ വാപ്പച്ചി അറിയുന്ന ആളുകൂടിയാണ്. അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ അലിമാഷിനെ ഉപ്പാന്ന് വിളിച്ചു. കുട്ടികളും ഉപ്പാന്ന് തന്നെയാണ് വിളിച്ചത്. അതിൻ്റെ പേരിലാണ് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ എന്നെ ഏറ്റെടുത്തു കുട്ടികളെയും. പിന്നീട് പെരുവഴി ആധാരമാകരുത് എന്നുള്ള നിലയ്ക്ക് അലിമാഷ് കുട്ടികളുമൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു പെൻഷൻ എനിക്ക് കിട്ടട്ടെ എന്നുള്ള രൂപത്തിൽ ഒരു രജിസ്ട്രേഷനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നീട് അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് വേറൊരു പ്രപ്പോസൽ വരുന്നു. ശരി, അങ്ങനെ നമ്മൾ മാരീഡായി ഒരുമിച്ച് ജീവിക്കാം എന്ന് തീരുമാനിച്ചു. ചെറിയ രൂപത്തിൽ ജീവിതമൊക്കെ ഒന്ന് പച്ചപിടിക്കാൻ ശ്രമിച്ചു വരുമ്പോൾ
പിന്നീട് എൻ്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചിട്ട് എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വല്ലാത്ത ആകുലത. അതുവരെ ചത്തോ ഉണ്ടോന്ന് പോലും നോക്കാത്ത ആളുകൾ. ആലോചിക്കണം, മതം ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ആലോചിക്കണം. അന്നു മുതൽ ഉമ്മച്ചി എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ ഉമ്മച്ചിയെ ഞാൻ തന്നെ നോക്കി. ഇടയ്ക്ക് ചെറുകുട്ടികളുടെ വിവാഹമൊക്കെ വന്ന സമയത്ത് നാട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. ഉമ്മച്ചി എൻ്റെ അടുത്ത് എത്തപ്പെടുമായിരുന്നു. അവരുടെ ഒത്തൊക്കെ സംരക്ഷണം ഉമ്മച്ചിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് അന്ന് എൻ്റെ ഉമ്മച്ചിക്ക് 94 വയസ്സുണ്ട്, 84 വയസ്സുണ്ട്. ഈ 84 പിന്നീട് 90 വയസ്സായി. ഈ 84 വയസ്സുകാരി ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോട് ബസ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ബസ്സിൽ കയറി ഒറ്റയ്ക്ക് 15-16 മണിക്കൂർ യാത്ര ചെയ്ത് സുൽത്താൻ ബത്തേരി ബസ്സിൽ വന്നിട്ട് കോഴിക്കോട് ഇറങ്ങുമ്പോൾ ഞാൻ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ ജയിച്ചു. ഒരു ലോകം കീഴടക്കിയ ഒരു പ്രതീതിയായിരുന്നു എനിക്ക് അന്ന് എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ വന്നു. ഏതാണ്ടൊരു 6-7 വർഷത്തോളം എൻ്റെ ഉമ്മച്ചിയുടെ ഹറാമിനെ കുറിച്ചോ ഹലാലിനെ കുറിച്ചോ കാഫിറിനെ കുറിച്ചോ ഒന്നും എൻ്റെ സഹോദരങ്ങൾക്കാർക്കും ഒരു ആകുലതയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ തന്നെ നിന്നു. വേറെ എങ്ങും പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അതിനിടയിൽ ഒരു സിസ്റ്റർ മാത്രം 1-2 തവണ വന്ന്, അപ്പോൾ എൻ്റെ സുഖമില്ലാത്ത സഹോദരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവനെ കാണാൻ വേണ്ടിയിട്ടെന്ന രൂപത്തിൽ വന്നു. അതല്ലാതെ ഉമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ടോ ഉമ്മച്ചിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ കൂടപ്പറപ്പുകൾ ആരും ഈ കോഴിക്കോട്ടേക്ക് വന്നിട്ടേയില്ല. ഒടുവിൽ ഒരു 2-3 മാസം മുമ്പ് എൻ്റെ ഉമ്മച്ചിക്ക് വയ്യെന്ന് പറഞ്ഞ സമയത്ത് സഹോദരങ്ങളൊക്കെ വന്നു. കാരണം ഉമ്മച്ചി വയസ്സായല്ലോ, 90-91 വയസ്സോളമായി. ആ സമയത്ത് ഇവരൊക്കെ വന്നു. പിന്നീട് ഉമ്മച്ചിയെ എനിക്ക് കേസ് വന്നു. ജാമ്യമില്ലാത്ത വകുപ്പായിരുന്നു. ആ സമയത്ത് ഉമ്മച്ചിയെ നാട്ടിൽ തന്നെ ആക്കി കൊടുക്കേണ്ടത്. കാരണം ഒരാളുടെ സഹായമില്ലാതെ ഉമ്മച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഉമ്മച്ചിയെ കുളിപ്പിക്കണം, ബാത്റൂമിൽ പോകാനൊക്കെ ഉമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ്. കാലെടുത്ത് മാറ്റി വെക്കാനൊക്കെ നടക്കാനൊക്കെ ഒരു പ്രയാസം പോലെ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മച്ചി എൻ്റെ സിസ്റ്ററുടെ മോളുടെ വീട്ടിൽ ആക്കി. അവിടെ നിന്നൊരു സിസ്റ്റർ കൊണ്ടുപോയി. പിന്നീട് ഉമ്മച്ചിയെ നിരന്തരം എൻ്റെ സഹോദരങ്ങൾ കൺവിൻസ് ചെയ്ത് ക്യാൻവാസ് ചെയ്ത് അവർക്ക് പിന്നീട് ഹറാമ് വന്നു, ഹലാല് വന്നു, കാഫിറായി. അങ്ങനെ ഒരു മനസ്സിലായോ? അതായത് നമ്മൾ കരയ്ക്കടുക്കുമ്പോഴേക്ക് ഒരുപാട് കരങ്ങൾ നീണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ നമ്മൾ ഇവരെ സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ ഇവരുടെ സഹായം നമുക്ക് ആവശ്യമില്ല എന്ന് കണ്ടാൽ ഇവർക്കൊക്കെ നമ്മളെ ആവശ്യം വരും. കാരണം നമുക്ക് അവരുടെ സഹായം വേണ്ടല്ലോ. ആ സാഹചര്യത്തിൽ പിന്നീട് അതൊന്നും കിട്ടത്തില്ല എന്ന് കാണുമ്പോൾ പിന്നീട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും, കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. അതൊക്കെ സർവ്വസാധാരണമാണ്. ഞാൻ അവരെ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം അവർ ഫോളോ ചെയ്യുന്ന മതമനുസരിച്ച് അവരൊക്കെ പക്ക മതവിശ്വാസികളാണ്. മതമനുസരിച്ച് അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നവരാണ്. അങ്ങനെ ഒതുങ്ങി അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിൽ സ്വകാര്യതകൾ സൂക്ഷിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരും ജീവിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ്. അവർക്കൊരു പക്ഷേ എന്നെയോ എൻ്റെ ലൈഫ് സ്റ്റൈലിനെയോ എൻ്റെ മക്കളെയോ അവരുടെ വേഷത്തെയോ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർ നോക്കുമ്പോൾ എൻ്റെ കുട്ടി അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നില്ല, ഞാനും അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നില്ല. അവരാണെങ്കിൽ പക്ക മതവേഷവുമായിട്ട് നടക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് എന്നെയോ എൻ്റെ കുട്ടികളെയോ ഞങ്ങളുടെ കൾച്ചറിനെയോ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ സഹോദരങ്ങൾ തന്നെയാണ്. എന്നാലും ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ എത്ര വെറുപ്പാണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ കൂടപ്പറപ്പിന്റെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന സകല വൈരാഗ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ മറന്നിട്ട് തന്നെയായിരിക്കും നമ്മൾ അവരെ സ്വീകരിക്കുന്നത്, അവർ നമ്മളെയും സ്വീകരിക്കുന്നത്. പക്ഷേ അത്തരം സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമ്മൾ കണ്ടാൽ അവിടെ വിടണം എന്നുള്ള ആശയക്കാരിയാണ് ഞാൻ. ഇവിടെ പലപ്പോഴും വില്ലനാകുന്നത് മതമാണ്. എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ്. എനിക്കറിയാം, എൻ്റെ മൂത്ത സിസ്റ്റർ എനിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. എൻ്റെ ഇളയ സിസ്റ്റർ എനിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. വേറൊരു സിസ്റ്ററുണ്ട് പത്തനാപുരംകാരി, അവൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണ്. എൻ്റെ നേരെ മൂത്തവളുണ്ട്, കണ്ടാൽ ഉടനെ കരയുക ചെയ്യുക. എല്ലാവർക്കും എൻ്റെ സഹോദരന്മാർക്കാണെങ്കിലും എല്ലാവർക്കും എന്നെ അത്രയ്ക്ക് ഇഷ്ടം. ഏറ്റവും ഇളയ ആളായതുകൊണ്ടായിരിക്കും അത്രയ്ക്കൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ
പലപ്പോഴും ഞങ്ങളുടെ ആ ബന്ധങ്ങൾക്ക്, ഞങ്ങളുടെ ആ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ പരസ്പരം മനസ്സിലാക്കലുകൾ ഇല്ലാത്തതുകൊണ്ട്, പങ്കുവയ്ക്കലുകൾ ഇല്ലാതാകുന്നത് ഈ മതമാണ് വില്ലനായി വരുന്നത്. കാരണം ഞാനൊരു കാഫിറാണ്, ഞാനൊരു സത്യനിഷേധിയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാനുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന ഒരു രൂപത്തിലേക്ക് അവരുടെ ആശയങ്ങൾ എത്തി. മനസ്സിലായോ? ഇവിടെ വില്ലനാകുന്നത് മതമാണ്. ഒരു വിവാഹത്തിന് പോലും ഒരു പെണ്ണിന്റെ സമ്മതം വേണ്ട അവര് ചൂണ്ടിക്കാണിക്കുന്നവന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കണം. എന്നാൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരാൻ പറ്റുമോ? അതുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ മതനിയമം, അള്ളാഹുവിന്റെ സൃഷ്ടികൾ തിരുത്തുകയാണ്. പുരുഷന് തൊലാക്ക് പറയാമെങ്കിൽ പെണ്ണിന് കുല എന്ന് പറയും. ഹുൽ എന്നാണ് അറബി പദം. പെണ്ണിനും അതേപോലെ തന്നെ വിവാഹമോചനം നടത്താം. അങ്ങനെ ഒരു നിയമം IPC-യിലുണ്ട്, CRPC, ക്രിമിനൽ പ്രൊസീജിയറാണ്. അതായത് പെണ്ണ് ഹുല ചെയ്യുമ്പോൾ അവൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണല്ലോ ഡിവോഴ്സ് ചെയ്യുന്നത്, തൊലാക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവക്ക് അയാള് വിവാഹ സമയത്ത് കൊടുത്ത വിവാഹ സമ്മാനമുണ്ടല്ലോ, യോനിക്കൂലി, മഹർ, അത് തിരിച്ചു കൊടുക്കണം. പിന്നീട് മെയിൻ്റനൻസ് ഒന്നും കിട്ടില്ല, ചെലവിന് കിട്ടില്ല. കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ചെലവിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കിട്ടാം, എന്തെങ്കിലും ഒരു നാണയത്തൊട്ടൊരു പിച്ചത്തൊട്ട് അയാൾ തന്നാലായി. കാരണം അയാൾ ഉണ്ടാക്കിയ മക്കളോട് അയാൾക്ക് ആ പ്രതിബദ്ധത ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് പുരുഷൻ പൊതുവെ. ഒരു പെണ്ണൊഴിവായി പോയാൽ അടുത്ത പെണ്ണിനെ കിട്ടും, കുട്ടികളായി സ്വസ്ഥമായിട്ട് ജീവിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ മോളെന്നോട് ചോദിച്ചു, ഒക്കെ 18 വയസ്സാകുന്നതിൻ്റെ തലേ ദിവസം അവളോടുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ ചോദിച്ചു, അല്ലമ്മച്ചി എന്നെക്കുറിച്ച് എൻ്റെ വാപ്പച്ചി ഓർക്കുമായിരിക്കുമോ? വാപ്പച്ചിയുടെ മോൾക്ക് 18 വയസ്സ്, ആദ്യത്തെ മോളല്ലേ, ഞാൻ ഓർക്കുമായിരിക്കുമോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നമ്മളെ വേണ്ടാത്ത ഒരു ബന്ധവും നമുക്കും വേണ്ട, നമ്മച്ചി പറയാറില്ലേ? ശരി അമ്മച്ചി, എനിക്കും വേണ്ട. നമ്മുടെ ഒരു കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും നമ്മളെ അന്വേഷിച്ച് വരാത്ത, നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളെ അറിയാത്ത അത്തരം ബന്ധങ്ങൾ നമുക്ക് എന്തിനാല്ലേ എന്ന് അവൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. കുഞ്ഞേതാണ്ട് മറന്നിട്ടുണ്ടോ? കുഞ്ഞല്ലേ. അപ്പോൾ ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപാരമായ തൊലിക്കട്ടി വേണം നമുക്ക് അതിനൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ. എന്നാലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പല ആളുകളും ഓരോ ആംഗിളിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ വിരലുകൾ 5 വിരലുകൾ 5 ആകൃതിയിലാണെന്നത് പോലെ 5 മനുഷ്യൻ 500 സ്വഭാവക്കാരായിരിക്കും. കാരണം അവര് 1000 ക്യാരക്ടറിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളാണ്. കാരണം 500 ക്യാരക്ടർ ഉമ്മയും 500 ക്യാരക്ടർ വാപ്പയും. അതുപോലെ ആ 1000 മാതാപിതാക്കളുടെ സ്വഭാവമായിരിക്കും ഈ 500 പേർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഓരോരുത്തരും ഓരോ ആംഗിളിലാണ് ഓരോ വിഷയങ്ങളെയും കാണുന്നത്. അവനവന്റെ ജീവിതത്തിൽ അത് വരുമ്പോൾ മാത്രമേ അതിന്റെ തീക്ഷ്ണത എത്രമാത്രമാണ് എന്നവർക്ക് മനസ്സിലാവൂ. അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് അതേ രൂപത്തിൽ സാധിക്കണമെങ്കിൽ നമ്മളുടെ അതേ അനുഭവങ്ങളുടെ ചൂളയിൽ ഉരുകി ഒലിക്കുന്ന മറ്റൊരാളുടെ വേദന കാണാൻ നമുക്കതുകൊണ്ട് സാധിക്കും. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയുടെ വൈറൽ കുറിപ്പ് കണ്ടു. അവൾക്ക് ജോലിയുണ്ട്, അവൾക്ക് വിവാഹമോചനം നേടേണ്ടതായി വന്നു. ഒടുവിൽ ഈ കുല എന്ന നിയമത്തിന്റെ ആനുകൂല്യം വെച്ചിട്ട് തന്നെ വിവാഹമോചനം നേടിക്കഴിഞ്ഞപ്പോൾ എന്ത് സുഖം എന്നവൾ പറയുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു പെണ്ണ് വിവാഹമോചനം വേണമെന്ന് പറയുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്നത്, വേറെ വല്ലവനെ നീ കണ്ടുവച്ചിട്ടുണ്ടോടി എന്നായിരിക്കും ചോദിക്കുക. എന്തായിരുന്നാലും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ, എൻ്റെ വിഷയത്തിൽ അതുണ്ടായില്ല. എന്തായിരുന്നാലും മുസ്ലിം പെൺകുട്ടികൾ കുറച്ചുകൂടി ബോൾഡായിരിക്കുന്നു. അവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ രൂപത്തിൽ ഒരു കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അവർക്കറിയാം എന്ത്, ആരോട്, എപ്പോൾ, എങ്ങനെ പറയണം. വിവാഹം എന്നത് മരണം വരേക്കും നമ്മളുടെ കഴുത്തിൽ തൂങ്ങുന്ന ഒരു ചങ്ങല, അടിമ ചങ്ങലയാണ്. അത് യോജിച്ചു പോകാൻ സാധിക്കുമെങ്കിൽ യോജിച്ചു പോകുക, അതിനകത്ത് നമുക്ക് സന്തോഷമുണ്ടാകും. അതല്ല, യോജിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ഡിസ്കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. നമുക്ക് വേണ്ട, അതിനുശേഷമെങ്കിലും കുറച്ചു കാലം നമുക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. പിന്നെ കുട്ടികളുടെ മാനസിക സംഘർഷത്തെക്കുറിച്ച്, ഭാര്യയും ഭർത്താവും നിരന്തരം അടിയും വഴക്കും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളുടെ മാനസിക നിലയിലെ തകരാറിലാവും. അന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്, എൻ്റെ മോളെ കുറിച്ചിട്ട് എന്തൊരാകുലതയാണ് ഇവർക്ക്. ഞാൻ ആലോചിച്ചു പോയി, എന്തൊരു സ്നേഹം, എന്തൊരാകുലത. ഈ കാപട്യമൊക്കെ ആരോടാ കാണിക്കുന്നത്? നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇവരുടെ കാപട്യങ്ങൾ. പക്ഷേ
ആ സമയത്ത് പ്രതികരിക്കേണ്ട, മൗനമാണ് ഏറ്റവും നല്ല മറുപടി. പുഞ്ചിരിയാണ് അവർക്ക് നൽകാവുന്ന പ്രതികാരം. ഇന്ന് എൻ്റെ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇപ്പം നീറ്റ് എഴുതി, വേണ്ടുന്ന രൂപത്തിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല, കോട്ടയത്ത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ഒരു മാതാവിന് തന്നെയായിരിക്കും ഏറ്റവും ആകുലത ഉണ്ടാകുക. പിതാവിൻ്റെ ആകുലതയെ ചെറുതാക്കി കാണുന്നതല്ല. ഇങ്ങനെ സെപ്പറേറ്റഡ് ആകുന്ന കുടുംബങ്ങളിൽ പലപ്പോഴും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് അമ്മമാർക്ക് തന്നെയാണ് ആകുലത ഉണ്ടാവുക. കാരണം അയാൾക്ക് വേറെ പോയി കെട്ടാമല്ലോ, അയാൾക്ക് 2, 3, 4 ഒക്കെ ആയിട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ സ്വീകരിക്കാമല്ലോ. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കും. അവൾക്ക് വേണ്ടി ഒരു ലോകത്തോട് അവൾ യുദ്ധം ചെയ്യും മക്കൾക്ക് വേണ്ടി. ആ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന് അവരുടെ കഷ്ടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും വേദനയിലും പരാജയത്തിലും ഒക്കെ നമ്മൾ അവരോടൊപ്പം നിന്ന് അവരെ വളർത്തി കുറച്ചൊരു പ്രാപ്തരായി കഴിയുമ്പോൾ അവരെ ഒരു കാലത്ത് ഒഴിവാക്കിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ അവരെ മോശമായ വാക്കുകൾ പറഞ്ഞു വേദനിപ്പിച്ചാൽ അവിടെ യുദ്ധം ചെയ്യും. അതിന് ഉമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഈ കുട്ടികളെ ഉണ്ടാക്കിയ തന്തയാണെങ്കിലും ശരി. ബാല്യത്തിലില്ലാത്തത് എന്താണ് വാർദ്ധക്യത്തിലെന്ന് ചോദിക്കും. നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താൻ ത്രാണിയില്ലാത്ത ഇവരൊക്കെ പിന്നെന്താ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ നമ്മളെ അടിക്കാൻ വരുന്നത്? അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. നമ്മൾ വീണു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് കേസായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി, മാനസിക സംഘർഷത്തിൽ കഴിയുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ സഹോദരങ്ങളിൽ നിന്നുമുണ്ടായി. ഒരുപാട് പ്രയാസങ്ങൾ, സഹിക്കാൻ വയ്യാത്തത്ര പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന സമീപനങ്ങളും ഉണ്ടായി. അപ്പോൾ നമ്മൾ എപ്പോഴാണോ മറ്റൊരാളുടെ സഹായവും സഹകരണവും ആവശ്യമായി വരുന്നത്, ആ സാഹചര്യത്തിൽ നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിലും ശരി, നമ്മളെ വേദനിപ്പിക്കാനും ഒറ്റപ്പെടുത്താനും കൂടി ശ്രമിച്ചാൽ എന്തിനാണ് അത്തരം ബന്ധങ്ങളെന്ന് ചോദിച്ചു പോകത്തില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് വിശാലമാണ്. അപ്പോൾ ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യനല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒരു കോണിലുണ്ടാകുമല്ലോ ആ വേദന. പിന്നെ ജന്മം നൽകിയിട്ടില്ലെങ്കിൽ പോലും പിതൃസ്ഥാനത്ത് നിൽക്കാൻ എന്തായിരുന്നാലും എനിക്ക് വാപ്പയുണ്ടായി. മറ്റുള്ളവർ കളിയാക്കും, ഒരു പ്രശ്നവുമില്ല. ഒരു സ്ഥാനങ്ങളും അലങ്കരിക്കപ്പെടുന്നത് ജന്മം കൊണ്ടല്ല. എനിക്കിപ്പോൾ എത്രയോ സഹോദരങ്ങളുണ്ട്, അവരൊന്നും എൻ്റെ ഉമ്മയുടെ വയറ്റിൽ ജനിച്ചവരല്ല. ഞാനൊരു ബുദ്ധിമുട്ട് വിളിച്ചു പറഞ്ഞാൽ ഉടനെ എന്നെ സഹായിക്കാനും സമാശ്വസിപ്പിക്കാനും സാധിക്കുന്ന എത്രയോ സഹോദരങ്ങളെ എനിക്ക് ലഭിച്ചു. ഒരു ഉമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത എൻ്റെ മനസ്സിൻ്റെ വേദനകൾ, ഒറ്റപ്പെടലുകൾ, എൻ്റെ ആ ഒരു ആകുലതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന എത്രയോ സഹോദരങ്ങളെ ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ വേദനകളിലും എന്നോടൊപ്പം നിൽക്കുന്ന സഹോദരങ്ങളുടെ മക്കളെ, അങ്ങനെ ഒരുപാട് നല്ല ബന്ധങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നല്ല ബന്ധങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ബന്ധങ്ങൾ അകന്നു പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ബന്ധങ്ങൾ നമുക്കുണ്ടായി. അതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി. ഒരു സ്ഥാനങ്ങളും അലങ്കരിക്കപ്പെടുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. നമ്മുടെ വീഴ്ചയിൽ നമ്മളോടൊപ്പം ആര് നിൽക്കുന്നു എന്നതിനെ അപേക്ഷിച്ചിട്ട് തന്നെയാണ് ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെ ആയിരിക്കുകയും വേണം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി, അവർക്ക് പിന്നെ ജോലിയെങ്കിലും ഉണ്ട്. എനിക്ക് അതൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചത് ഈ പെൺകുട്ടി ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വേദനകളായിരുന്നു ഞാൻ അനുഭവിച്ചത്. ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ പ്രതീക്ഷിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ വന്നു ഒന്ന് താങ്ങി നിർത്താൻ, മോളെ എന്ന് വിളിക്കാൻ, സഹോദരി എന്ന് വിളിക്കാൻ. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായി. അങ്ങനെ ജീവിതത്തെ പച്ച പിടിപ്പിക്കാൻ ഒരു പക്ഷെ ഒരു വാക്കു മതിയാകും. പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 100 കണക്കിന് പരിഹാസങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടാകും നമുക്കൊന്ന് പിടിച്ചു കയറാൻ. അപ്പോൾ ഇത്തരം നിയമങ്ങൾ എല്ലാ അർത്ഥത്തിലും മുസ്ലിം സ്ത്രീകളെ അടിമപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ആ നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുന്നു. ഇനി ആ പെൺകുട്ടിയുടെ വൈറലായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, നമുക്കത് കാണാം. അഡ്വക്കേറ്റ് ഷംന ഷിറിൻ്റെ പോസ്റ്റിലാണ് നമ്മളിത് കാണുന്നത്.
ഒരുപാട് ഭീഷണികൾക്കിടയിൽ ദിവസേന കുറ്റപ്പെടുത്തലുകൾ കേട്ട് കരഞ്ഞിരുന്ന എന്നിൽ നിന്ന് കുടുംബക്കാരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടൊരു സുപ്രഭാതത്തിൽ 2 മഹല്ലുകളിലേക്കും എൻ്റെ വിവാഹമോചന കത്ത് ചെല്ലുകയാണ്. തൊലാഖ് എന്ന വാക്കു മാത്രം അറിയുന്ന കാരണവന്മാരിൽ പലരും അതായത് ഹുൽ, പെണ്ണ് ആണിനെ മൊഴി ചൊല്ലുകയോ അങ്ങനെ ഒരു രീതി ഇസ്ലാമിൽ ഉണ്ടോ എന്ന് പരസ്പരം മിഴിച്ചു നോക്കുകയാണ്. അത്രയും കാലം എന്നെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞയക്കാനും ആണുങ്ങളായാൽ ഇതൊക്കെ ഉണ്ടാകും. പെണ്ണ് എന്നാൽ അത് മനസ്സിലാക്കി കഴിയേണ്ടവളാണ്. പണ്ട് അതിന് അവൾ സാധാരണ പെണ്ണുങ്ങളെ പോലെ ക്ഷമയില്ലാത്തവളാണല്ലോ എന്നൊക്കെ കുറ്റപ്പെടുത്താനും മാത്രം വായ തുറന്നിരുന്ന വാപ്പയും തലാഖ് വിഷയത്തിൽ എൻ്റെ മാനസിക നിലയെക്കുറിച്ചൊരു അന്വേഷണം പോലും നടത്താതെ ഇരിക്കുകയും സഹായം ചോദിച്ച് കൈക്കുഞ്ഞുമായി കയറി ചെന്നപ്പോൾ ആട്ടി പുറത്താക്കിയവരുമൊക്കെ ഞങ്ങളെയൊക്കെ മറികടന്ന് നീ ഒറ്റയ്ക്ക് അവനെ മൊഴി ചൊല്ലാൻ മാത്രമായോ എന്നും ചോദിച്ച് കച്ചമുറുക്കി ഒരു ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുവാണ്. ഇത്രയും കാലം ഞാൻ എങ്ങനെ കഴിയുന്നു, എൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ നില എന്താണ് എന്നൊന്നും അറിയേണ്ടതില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർക്ക് പിന്നാലെ സഹായം ചോദിച്ച് നടക്കേണ്ട ഗതികേട് എനിക്കില്ലെന്നും ഒരു വാപ്പാൻ്റെ മുന്നിലും ഇനി തല കുനിക്കില്ലെന്നും ഞാൻ നിവർന്നു നിന്ന് പറയുകയാണ്. എൻ്റെ കണ്ണിൽ നേർക്കുനേരെ നോക്കി എതിരഭിപ്രായം പറയാൻ പറ്റാത്ത മനുഷ്യർ അടുത്തതായി എന്നോട് ജയിക്കാൻ എറിയുന്ന ചോദ്യം: എനിക്ക് എത്ര ആൺസുഹൃത്തുക്കളുണ്ട്, എനിക്ക് എത്ര ആണുങ്ങളോട് ബന്ധമുണ്ട് എന്നൊക്കെ അവരെങ്ങനെ ഉറപ്പിക്കുമെന്നതാണ്. 5 വർഷവും ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്ന എൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ദുരിതം മുഴുവൻ കണ്ട മനുഷ്യരാണ് ഈ ചോദ്യം എറിയുന്നത്. ഇത് കേട്ട ഉടനെ ചാടി എഴുന്നേറ്റ ഞാൻ ഇമ്മാതിരി അഭിപ്രായം പറയാൻ ഒരു വാപ്പാനെയും ഞാൻ പെർമിറ്റ് ചെയ്യില്ല. എൻ്റെ ഡിഗ്നിറ്റി തൊട്ട് കളിച്ചാൽ ആരായാലും കോടതി കയറും. നീതി കിട്ടേണ്ട ഒരാളുടെ കൂടെ നിൽക്കാതെ പരമാവധി സഹായിക്കാതിരിക്കാൻ നോക്കിയതും പോരാ, രാവിലെ തന്നെ എന്നെ വേശ്യയായി ചിത്രീകരിക്കാനാണ് ഈ വരവെങ്കിൽ മേലാൽ എൻ്റെ മുന്നിൽ ഒരാളും വരാൻ ഇനി ധൈര്യപ്പെടരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സംസാരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാം എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നു. സമൂഹത്തിൻ്റെ പൊതുബോധം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണല്ലോ. ആ പെണ്ണ് തന്നിഷ്ടപ്രകാരം അങ്ങനെ ഒരു ചെക്കനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു 5-6 പുരുഷന്മാരുമായെങ്കിലും ബന്ധം കാണുമെന്നാണല്ലോ വെപ്പ്. ഒരു പുരുഷന്റെ പിൻബലമില്ലാതെ ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതം നിർണ്ണയിക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ അടുത്ത കല്യാണത്തിന് സന്നദ്ധനായി ഒരാൾ അപ്പുറത്തുണ്ടെങ്കിൽ മാത്രം ഒരു സ്ത്രീക്ക് എടുക്കാൻ കഴിയുന്ന തീരുമാനമാണോ ഡിവോഴ്സ്? അത്രമാത്രം മറ്റൊരാളുടെ കനിവ് തേടുന്നവളാണോ സ്ത്രീ? ഇങ്ങനെ ഒരു സമൂഹത്തിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെ ഇനി ഒരാളെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ആരെ പ്രണയിച്ചാലും വിവാഹം ചെയ്താലും കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ അവനെ കണ്ടുവച്ചിട്ടാണ് അത്ര ധൈര്യത്തിൽ മറ്റവനെ വേണ്ടെന്ന് പറഞ്ഞത് എന്ന വാക്കുകളാണ്. ഈ അവസ്ഥയിലും സിംഗിൾ മദറായി എൻ്റെ കരിയറും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവളെ നഴ്സറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് രാത്രി 9:30 വരെ അവളുമായി ഓഫീസിലിരിക്കുന്ന എന്നെ തളർത്താൻ ഇവരൊക്കെ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും ഘടകവിരുദ്ധമായ പ്രവൃത്തികൾ കൊണ്ട് മലീമസമായ എൻ്റെ ദാമ്പത്യം വേണ്ടെന്ന് വെച്ച് എൻ്റെ തീരുമാനം മഹാ അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്താൻ അടുത്തതായി പറയുന്നത്, ഡിവോഴ്സ് ചെയ്ത പേരൻസിൻ്റെ മക്കൾ മാനസിക രോഗികളായി മാറിയ കഥകളാണ്. ആര് കാരണം ഞാൻ ശക്തയായോ അതേ കുട്ടിയെ ഉപയോഗിച്ച് എന്നെ തളർത്താം എന്ന സങ്കുചിത ബുദ്ധി. അല്ലെങ്കിലും സ്ത്രീയെ ഒതുക്കാൻ മാത്രമുള്ളതാണല്ലോ ചിലർക്ക് മതവിശ്വാസം. പറഞ്ഞു വന്നത്, സ്ത്രീകൾ ഇത്തരം യാത്രകളൊന്നും എളുപ്പമാണ് എന്ന് കരുതേണ്ടതില്ല. ഒരാളും കൂടെ ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കേണ്ടി വരും. ജീവിതം അതിജീവനം എന്ന രീതിയിലേക്ക് മാറും. ഓരോ ദിവസവും പോരാട്ടമാവും. മാനസികാരോഗ്യം നല്ല രീതിയിൽ ക്ഷയിക്കും. ഇത്തരത്തിൽ കുടുംബം ഒരു തരത്തിലും സഹകരിക്കില്ല. നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്ന ഘട്ടമുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വിവാഹമോചന മാർഗമാണ് ഹുല അഥവാ റിവേഴ്സ് തലാഖ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു മധ്യസ്ഥ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ, ചർച്ചയ്ക്കായി സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ശ്രമം നടത്തുകയും പുരുഷനത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും 2 സാക്ഷികളും മതിയായൊരു കാരണവുമുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു മുസ്ലിം സ്ത്രീ കുലാപ്രകാരമുള്ള ഡിവോഴ്സ് കിട്ടാൻ അർഹയാണ്. ഒരു നേരത്തെ വൈകാരിക വിക്ഷുബ്ധതയിൽ
വിവാഹമോചനം പോലുള്ള ഒരു സുപ്രധാന കാര്യം തീരുമാനിക്കപ്പെടരുത് എന്നതുകൊണ്ടും റീസണബിലിറ്റി ജസ്റ്റിസ് എന്നത് പുരുഷനും അർഹതപ്പെട്ടതാണ് എന്നതുകൊണ്ടും കൂടിയാണിത്. ദൈവത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും സമന്മാരാണല്ലോ. നീതിയിലും തുല്യത ഉറപ്പുവരുത്തണമല്ലോ. 2 മഹല്ലുകളിലേക്കും ഭർത്താവിൻ്റെയും തൻ്റെയും സാക്ഷികളുടെയും ഒപ്പുവെച്ച ഒരു നോട്ടീസിൻ്റെ കാര്യമേ ഉള്ളൂ കുല ചെയ്യുമ്പോൾ. മഹർ തിരിച്ചു കൊടുക്കണം എന്നതൊരു വ്യവസ്ഥയാണ്. എന്നാൽ മഹർ തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുല വാലിഡിറ്റി തെളിയിക്കുന്ന കോടതി വിധികളും മുസ്ലിം പണ്ഡിതരുടെ വാക്കുകളുമുണ്ട്. കുലയ്ക്ക് ശേഷം തൊലാക്ക് പോലെ സ്ത്രീക്ക് പിന്നീട് നഷ്ടപരിഹാരമോ ചെലവിനുള്ള തുകയോ ചോദിക്കാൻ കഴിയില്ല. തൊലാക്കാണെങ്കിലും ഇദ്ദ കാലയളവിൽ മാത്രമേ ശരീഅ പ്രകാരം പുരുഷൻ സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ CRPC സെക്ഷൻ 125 പ്രകാരം തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്കും സ്വയം പര്യാപ്ത ആകുന്നതുവരെ മുൻ ഭർത്താവിനോട് ചെലവ് ചോദിക്കാൻ കഴിയും. എന്നാൽ കുല തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഓപ്ഷൻ പിന്നീട് ലഭിക്കില്ല എന്നതാണ്. സ്ത്രീക്കുള്ള ഒരു ചെലവ് മാത്രമേ ചോദിക്കാൻ കഴിയാതെ വരൂ. കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ചെലവിന് കുല ചെയ്യുന്നു എന്നത് തടസ്സമല്ല. അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഒരു സ്ത്രീ കുല ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാറ്റിലും ഉപരി അവൾ മനസ്സമാധാനത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഖുർആനും പ്രവാചകനും കൃത്യമായി പറഞ്ഞു വെച്ച കാര്യമായിട്ട് പോലും വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 228, 2-ലെ 229 മദ്രസയിൽ തൊലാക്ക് പോലെ കുല എന്ന് പഠിപ്പിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ശരീഅ കൃത്യമായി പറഞ്ഞു വെച്ച നിയമം പഠിക്കാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് LLB വരെ കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? കുല ഭർത്താവിൻ്റെയോ കാളിയുടെയോ സമ്മതപ്രകാരം മാത്രം സ്ത്രീക്ക് കിട്ടുന്ന അവകാശമാണ് എന്ന് പറയുന്നവർ ശരീഅയെ പരിഹസിക്കുകയാണ്. സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാത്തതിന് അള്ളാഹുവിൻ്റെ നിയമം ഉത്തരവാദിയല്ല എന്ന് അബുൽ അല മൗദൂദി ഹുക്കൂമിൽ സൗജൈൻ എന്ന ഇസ്ലാമിക ദാമ്പത്യ നിയമങ്ങളെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 139 കാണുക. പുരുഷൻ നിയന്ത്രിക്കുന്ന ഒരു അക്കാഡമിക് കരിക്കുലവും സാമൂഹ്യ വ്യവസ്ഥയുമാണ് അബോധപൂർവം ഞാനടക്കമുള്ള സ്ത്രീകൾ വർഷങ്ങളായി പിന്തുടർന്നു പോരുന്നത്. അവിടെ എന്ത് അറിവ് നമുക്ക് ലഭിക്കണം, എന്ത് മറച്ചു വെക്കണം എന്നത് പോലും തീരുമാനിക്കുന്നത് അവരാണ്. പുരുഷന് എത്രയും അധാർമികമായി ജീവിക്കാവുന്ന സ്ത്രീയുടെ സൗഹൃദങ്ങൾ മുതൽ ഒറ്റയ്ക്കോ വിവാഹിതയായോ ഒരു പ്രണയം തേടിയോ പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യുന്ന ഈ വ്യവസ്ഥയിൽ നിന്ന് സ്വന്തം ജീവിതം കരക്കടുപ്പിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. ഇതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സമാധാനക്കേട് നല്ലതുപോലെ ഉണ്ടാകും. ഒരു റേപ്പ് വിക്ടിമിനെ കോടതിയിൽ ചാരിത്രം പറഞ്ഞ് കരയിപ്പിക്കുന്ന സീനൊക്കെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ലോകത്ത് ഒന്നിനും ഇനി നമ്മളെ തടയാൻ കഴിയില്ലെന്നും ഒരുത്തരം ഇത്തരം സംസാരങ്ങളുമായി മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യപ്പെടില്ലെന്നുമുള്ള ബോധ്യം, ജീവിതത്തെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം, അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തിപ്പെടാൻ മടിക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ യാത്ര ഏതെങ്കിലും തരത്തിൽ പ്രചോദനമാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ ജീവിതം എന്നാൽ ഒരുപാട് പേരുടെ ജീവിതമാണല്ലോ. വിവാഹമോചനം, ഗാർഹിക പീഡനം, മാനസിക പീഡനം എന്നിങ്ങനെ സ്ത്രീധന വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിയമപരമായ സഹായത്തിന് ഞാൻ കൂടെ ഉണ്ടാവുകയും ചെയ്യും. പ്രിയ സഹോദരിമാർക്ക് മുന്നോട്ട് നടക്കാൻ മനക്കരുത്തുണ്ടാകട്ടെ. സസ്നേഹം.